ജീവിതത്തിൽ തോൽവി ആഗ്രഹിക്കുന്ന ഏതെങ്കിലും വ്യക്തികളെ നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യത തീരെ കുറവാണ്. അഥവാ അങ്ങനെ ഒരാളെ കണ്ടുമുട്ടിയാൽ ഒന്നുകിൽ അയാൾ മയക്കുമരുന്നുകൾക്കോ അങ്ങനെയുള്ള ഏതെങ്കിലും ലഹരി വസ്തുക്കൾക്കോ അടിമയായിരിക്കും, അല്ലെങ്കിൽ മാനസിക നില തെറ്റിയ ആളായിരിക്കും. എല്ലാവരും തന്നെ ജയം ആഗ്രഹിക്കുന്നവരാണ്, എന്നാൽ എല്ലാവരും ജയിക്കുകയുമില്ല. ആഗ്രഹമുണ്ട് എന്ന ഒറ്റ കാരണത്താൽ വിജയം സാധ്യമല്ല. ഹൈഡ്രജൻ നിറച്ച ബലൂണും സാധാരണ വായു നിറച്ച ബലൂണും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. ഹൈഡ്രജൻ നിറച്ച ബലൂണ് സ്വതന്ത്രമാക്കിയാൽ അത് ഉയരങ്ങളിലേക്ക് പറക്കും. എന്നാൽ സാധാരണ വായു നിറച്ച ബലൂണ് അങ്ങനെ ഉയരങ്ങളിലേക്ക് പറക്കുകയില്ല എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ഉള്ളിൽ എന്താണ് നിറഞ്ഞിരിക്കുന്നത്, അത് നമ്മുടെ ഉയർച്ചയ്ക്ക് ഏറ്റവും പ്രധാനമായ ഒരു കാരണമാണ്. ഉയർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യമായി വേണ്ട ഒരു കാര്യം ഇന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ഇന്ന് ഈ ചിന്തിക്കുന്ന ചിന്താവിഷയം നിങ്ങളുടെ ജീവിതത്തിൽ പരീക്ഷിച്ചു നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾ ജയം കാണും. ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തുടർധ്യാനത്തിനായി 37 സങ്കീർത്തനം 5 വാക്യം വായിക്കട്ടെ. നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്ക, അവനിൽ തന്നെ ആശ്രയിക്ക, അവൻ അത് നിർവഹിക്കും. ചില ആളുകൾ ചിലപ്പോഴൊക്കെ പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഈ കാര്യം നമ്മളും ചില സമയങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. എന്താണെന്നോ, ഈ ഒരു പ്രത്യേക വിഷയമുണ്ടല്ലോ, എൻ്റെ മിടുക്ക് കൊണ്ടൊന്നും ജയിച്ചതല്ല, എൻ്റെ മിടുക്ക് കൊണ്ടൊന്നും നേടിയതല്ല, പ്രാർത്ഥനയും ദൈവകൃപയും ഒന്നു മാത്രമാണ് ഈ വിഷയത്തിൽ എനിക്ക് ഇത്രത്തോളം ഒരു ജയം ലഭിക്കാൻ കാരണമായത്. ജയിച്ച പലരെയും നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ, അല്ലെങ്കിൽ അവരോട് ചോദിച്ചാൽ, അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. അവരുടെ ജീവിതത്തിൽ ജയത്തിന് പ്രധാനമായ കാരണം 1 ദൈവാശ്രയബോധം, 2 ശുഭാപ്തി വിശ്വാസം, 3 മങ്ങാത്ത പ്രത്യാശ, 4 കഠിനാധ്വാനം. കഠിനാധ്വാനം എന്ന് പറയുന്നത് ഒരു സമയത്തേക്ക് മാത്രമല്ല, സ്ഥിരമായ കഠിനാധ്വാനം. അങ്ങനെയുള്ളവർ ഒരു കാരണവശാലും തോൽവി അടയുകയില്ല. ജയം നിശ്ചയമായിട്ടും അവരുടെ കൈപ്പിടിയിലെത്തും. അമേരിക്കയിലെയൊക്കെ ആരോഗ്യവകുപ്പിന്റെ മേധാവികളെ സർജൻ ജനറൽ എന്നാണ് പറയുന്നത്. വാഷിംഗ്ടൺ DC-യിലെ സർജൻ ജനറൽ ആയിരുന്ന ഡോക്ടർ സ്റ്റാച്ചറുടെ കഥ നമ്മളൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതാണ്. സംസ്ഥാനത്തിൽ അലബാമയിലെ ചെറിയ ഗ്രാമത്തിൽ വളരെ പാവപ്പെട്ട കുടുംബ പശ്ചാത്തലത്തിൽ ജനിച്ചയാളാണ് അദ്ദേഹം. പിതാവ് വിദ്യാഭ്യാസം എന്നത് തൊട്ടു തീണ്ടിയിട്ടില്ല എന്ന് പറയുന്നതാണ് ശരി. ഒരു ക്ലാസ് പോലും പഠിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹം വലിയ ദൈവഭക്തനായിരുന്നു. ബൈബിൾ വായിക്കാൻ അറിയാത്തത് കൊണ്ട് മറ്റൊരാളെ കൊണ്ട് വായിച്ച് അത് കേട്ട് ഗ്രഹിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു തനിക്കുള്ളത്. എന്തിനധികം അങ്ങനെ താൻ പോകുന്ന പള്ളിയിലെ സൺഡേ സ്കൂളിന്റെ ഹെഡ് മാസ്റ്ററായി തനിക്ക് നിയമനം ലഭിച്ചു. അടുത്ത വർഗക്കാരായ ഇവർക്ക് ഉയർച്ചയിലേക്കുള്ള ചവിട്ടുപടികൾ വളരെ എളുപ്പമായിരുന്നില്ല. എല്ലാറ്റിനും പരിമിതികളുണ്ടവർക്ക്. വിദ്യാഭ്യാസം, രോഗം വന്നാൽ ചികിത്സിക്കാനുള്ള തടസ്സങ്ങൾ, ഇങ്ങനെ അനവധി കാര്യങ്ങളുണ്ട് അവരുടെ ജീവിതത്തിൽ തടസ്സമായി നിൽക്കുന്നത് ഉയർച്ചയ്ക്ക്. ദൈവഭക്തനായിരുന്ന ഈ ഡോക്ടർ സ്റ്റാച്ചറുടെ പിതാവ് മക്കളെ ഓരോരുത്തരെയും പഠിപ്പിച്ച ഒരു വാക്യം ഇതാണ്: നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്ക, അവനിൽ തന്നെ ആശ്രയിക്ക, അവൻ അത് നിർവഹിക്കും. ദൈവഭക്തിയും ലക്ഷ്യബോധവും കഠിനാധ്വാനവും ശുഭാപ്തി ചിന്തയുമാണ് ഡോക്ടർ സ്റ്റാച്ചറെ ഈ ഉന്നത പദവിയിൽ എത്തിച്ചതെന്ന് തൻ്റെ അനുഭവ സാക്ഷ്യത്തിലൂടെ താൻ വ്യക്തമാക്കുന്നു. എന്നാൽ എത്രയോ അനുകൂലമായ സാഹചര്യങ്ങളും അവസരങ്ങളും ഉണ്ടായിട്ടും പറന്നുയരാൻ കഴിയാത്ത കാർബൺ ഡയോക്സൈഡ് നിറച്ച ബലൂണ് പോലെ പൊത്തിക്കിടക്കുന്ന പലരെയും നമ്മൾ സമൂഹത്തിൽ കണ്ടുമുട്ടിയിട്ടില്ലേ? ജീവിതത്തിൽ ഒരിക്കൽ പോലും നിഷേധാത്മകമായ ചിന്തയ്ക്ക് നമ്മുടെ തലച്ചോറിനകത്ത് ഇടം കൊടുക്കരുത്. പൊതു കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുമ്പോഴും വ്യക്തമായ ലക്ഷ്യബോധം നമുക്കുണ്ടായിരിക്കണം. നിങ്ങൾ ജീവിതത്തിൽ ഏത് വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുവോ, പരിശ്രമിക്കുന്നുവോ, അതിൻ്റെ ലക്ഷ്യത്തിലെത്തുവാൻ പ്രാർത്ഥനയിൽ ഞാനും നിങ്ങളെ സഹായിക്കാം. സ്വർഗീയ പിതാവേ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിത വിജയം ആഗ്രഹിച്ച് അങ്ങയിൽ ആശ്രയിച്ച് സ്ഥിരോത്സാഹത്തോടെ കഠിന പ്രയത്നം ചെയ്യുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിൽ തരുന്നു. ജയം നൽകി സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ.